السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد, പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അല്ലാഹു പരിപൂർണമായ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടങ്ങളും മറ്റും ഒരുപാട് ബുദ്ധിമുട്ടുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു ആ കടങ്ങളെല്ലാം സലാമത്തിനാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം, ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് പുതിയ മോഡൽ വീടുകളും നമുക്ക് നഷ്ടമാകുന്ന സൗഭാഗ്യങ്ങളും. പുതിയ മോഡൽ വീടുകളൊക്കെ നമ്മൾ കെട്ടിപ്പൊക്കുന്നുണ്ട്. എന്നാൽ ആ വീടുകളിലുള്ള ജീവിതം കാരണമായിട്ട് ചില സൗഭാഗ്യങ്ങൾ, അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നുമുണ്ട്. ഏതൊക്കെയാണ് ആ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുന്ന കാരണങ്ങൾ എന്ന് നമുക്ക് ഒന്ന് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ വീടുകൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ വീട് വെക്കുകയാണ്. കടങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് എഫക്റ്റുകൾ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളൊരു വീട് കെട്ടിപ്പൊക്കുന്നത്. എന്നാൽ ആ വീട്ടിൽ നമുക്ക് റാഹത്തായി ജീവിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിയേ മതിയാവുകയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറയും, എന്തെല്ലാം കാര്യങ്ങളാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ള ജീവികളെ പോലെയല്ല. നമ്മൾ മറ്റുള്ള ജീവികളെ പോലെയല്ലല്ലോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അവൻ ജീവിക്കേണ്ടത് മറ്റുള്ള ജീവജാലങ്ങളെ പോലെയല്ല. അവൻ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തനായിട്ടാണ് അല്ലാഹു തആല നമ്മളെ പടച്ചിട്ടുള്ളത്. നമുക്ക് ഭക്ഷണമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നമുക്ക് വെള്ളം, നമ്മൾ അതെല്ലാം നോക്കി അതിൻ്റെ ഗുണഫലങ്ങൾ നിശ്ചയിച്ചിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത്. എന്നാൽ മറ്റുള്ള ജീവികളെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ നമ്മൾ മറ്റുള്ള ജീവികളിൽ നിന്നും വളരെ വ്യത്യസ്തത ഉള്ളത് ആൾക്കാരാണ് മനുഷ്യന്മാരെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാർപ്പിടങ്ങളും അതേപോലെ തന്നെ. നമ്മുടെ പാർപ്പിടങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കാശ് മുടക്കിയിട്ട് നമ്മൾ വെക്കാറുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ 10-30 വർഷം ജീവിതം ഹനിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ നമ്മൾ വീടുകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ആ വീട്ടിൽ ബറക്കത്ത് വേണം, അനുഗ്രഹങ്ങൾ വേണം. എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകാൻ, അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ. നമ്മുടെ വീട് നല്ല റാഹത്തുള്ള വീടാണ്. എന്നാൽ ആ വീട്ടിൽ നമുക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് കഴിയാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് അടുക്കളയാണ്. അടുക്കളയാണ് ഒരു വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെ? അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത്, നമ്മുടെ റിസ്കിന്റെ കവാടം അടുക്കളയാണ്. അല്ലാഹു തആല ഒരു വീട്ടിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് റിസ്ക് കൊണ്ടുതരുന്നത്, അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകളെ റിസ്കിന്റെ കവാടം തുറക്കപ്പെടുന്നത് അത് അടുക്കളയാണ്. അപ്പോൾ അടുക്കള നമ്മൾ വളരെ സൂക്ഷിക്കണം. ഒന്നാമതായി നമ്മൾ സൂക്ഷിക്കേണ്ടത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന നമ്മുടെ പാത്രങ്ങൾ, ആ പാത്രങ്ങൾ മൂടി വെക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ നമ്മൾ മൂടി വെക്കുക. അതേപോലെ ഭക്ഷണം പാചകം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണം നമ്മൾ മൂടി വെക്കാൻ നമ്മൾ തയ്യാറാവുക. അങ്ങനെ മൂടി വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ റിസ്ഖില് ബറക്കത്തുണ്ടാവില്ല. കാരണം ആ അല്ലാഹു അനുഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഭക്ഷണം. ചില ആൾക്കാർ അത് ചിന്തിക്കുന്ന പോലുമില്ല. ചില ആൾക്കാരത് ചിന്തിക്കുക പോലുമില്ല. കടയിൽ പോയൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ എന്തിനു വേണ്ടി ഭക്ഷണമാണ് വേസ്റ്റാക്കി കളയുന്നത്. അതേപോലെ തന്നെ ഈ വിവാഹങ്ങൾ നടത്തുന്ന, കല്യാണങ്ങൾ നടത്തുന്ന, ആർഭാടമായിട്ട് കല്യാണങ്ങൾ നടത്തുന്ന ആൾക്കാർ 300 പേര് വരുന്നതിന് 3000 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുക, ബാക്കി കൊണ്ടുപോയി കളയുക.
പിന്നെ ഏതെങ്കിലും അനാഥാലയങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കുക. ഇങ്ങനെ ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന, അനാഥാലയങ്ങളിൽ കൊടുക്കുന്നത് പിന്നെ വേസ്റ്റ് ആക്കുക എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. അത് അവരോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ അവരുടെ ഒരു സദഖ എന്ന നിലയിൽ, ഹദിയ നിലയിൽ ആ ബഹുമാനം നിലനിർത്തിയിട്ടാണ് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വരുന്നത് കൊണ്ടുപോയി അവിടെ തള്ളാനുള്ളതല്ല. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഭക്ഷണം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഭക്ഷണം. ആ ഭക്ഷണം നമ്മൾ ബഹുമാനിക്കണം. അതിനെ, അത് അള്ളാഹു തആല തരുന്ന അനുഗ്രഹമല്ലേ, റഹ്മത്തല്ലേ, നിഅമത്തല്ലേ. ആ നിഅമത്തിനെ നമ്മൾ സൂക്ഷിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മൂടി വെക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ സൗഭാഗ്യങ്ങളെ അത് നശിപ്പിച്ചു കളയും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ സൗഭാഗ്യങ്ങൾ നശിപ്പിച്ചു കളയും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കഴിച്ച ഭക്ഷണം, കഴിച്ചതായ നമ്മൾ കഴിക്കുന്ന നമ്മുടെ പാത്രങ്ങൾ, നമ്മുടെ കഴിച്ച പാത്രങ്ങൾ, ആ പാത്രങ്ങൾ വൃത്തിയായി വെക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കണ്ടോ, വൃത്തിയായി വെക്കാം. നമുക്കറിയാം, നമ്മുടെ ഉമ്മമാരൊക്കെ രാവിലെ, നമ്മുടെ ഉമ്മമാരും അതേപോലെ നമ്മുടെ സഹോദരിമാരും നമ്മുടെ ഭാര്യയും നമ്മുടെ സുഹൃത്തുക്കളുമൊക്കെ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് കയറിയാൽ പിന്നെ കുറേ സമയം അവർ അതിൻ്റെ അകത്താണ്, അല്ലെ. വല്ലാതെ ബുദ്ധിമുട്ടിയാണ് ഈ ഭക്ഷണമൊക്കെ ഒരു പാചകം ചെയ്യുന്നത്. ഭക്ഷണമെല്ലാം പാചകം ചെയ്ത് തന്ന് നമ്മൾ കഴിക്കുന്ന ആ പ്ലേറ്റും നമ്മുടെ പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ്, അല്ലെ. എത്ര ജോലി, എത്ര പണിയാണ് അവരവരുടെ വീട്ടിൽ ചെയ്യുന്നത്. നമ്മൾ പറയാറുണ്ട്, ഞാൻ കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾ കഷ്ടപ്പെടൂ എന്ന് നമ്മൾ സാധാരണ നമ്മുടെ ഭാര്യമാരോടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ജോലി നമുക്ക് ചെയ്യാൻ കഴിയില്ല സുഹൃത്തുക്കളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഒരിക്കലും നമ്മുടെ ഭാര്യ ചെയ്യുന്ന ജോലി, നമ്മുടെ മക്കളെ കുളിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം, അവരുടെ ഡ്രസ്സ് കഴുകണം, അവരെ സ്കൂളിൽ വിടണം, അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ഉച്ചക്കാലത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അതേപോലെ വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ വീട് തുടയ്ക്കണം, തൂക്കണം, ഇതൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഫെമിനിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, അതൊക്കെ ആണുങ്ങൾക്കും ചെയ്തുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ തർത്തീബ് എന്ന് പറയുന്നത്, പുരുഷന്മാർ വീടിന്റെ അന്നം തേടി ഇറങ്ങുകയും സ്ത്രീകൾ വീട് സംരക്ഷിക്കുന്നവരായിട്ട് ആ വീട് സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്യുമ്പോഴാണ് ഒരു കുടുംബത്തിന്റെ ഏറ്റവും നല്ല ഒരു സൗഭാഗ്യം അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അതല്ലാതെ എല്ലാവരും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുക, ഭർത്താവും പോയി, ഭാര്യയും പോയി, മക്കളും പോയി, വീട് അനാഥമായിട്ട് കിടക്കുക. അപ്പൊ അവിടെ ഇബ്ലീസ് വന്ന് കൂടും. അപ്പൊ അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഭർത്താവ് അന്നം തേടി പോവുകയും ആ ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യുകയും ആ റിസ്ഖിന് വേണ്ടി ദുആ ചെയ്യുകയും വീടും പരിസരങ്ങളും എല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും പാത്രങ്ങളും മറ്റുള്ളതെല്ലാം വൃത്തിയായി സൂക്ഷിക്കുകയും മക്കളെ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യുന്ന ഭാര്യ, അവളാണ് സ്വാലിഹത്തായ പെണ്ണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വീടിന്റെ ബറക്കത്താണത്. വല്ലാത്ത പ്രതിഫലമാ എന്റെ പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അങ്ങനെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കും, മക്കൾക്കും ഭർത്താവിനും ഉമ്മമാർക്കും ഒക്കെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഖിദ്മത്താണ്. അള്ളാഹു തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കും. ആ അടുപ്പിൽ നിന്നടിക്കുന്ന ആ ചൂടടിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹു നിങ്ങളുടെ നരകമാണ് നിഷിദ്ധമാക്കുന്നത്, നരകത്തിൽ നിന്നാണ് നിങ്ങളെ അകറ്റുന്നത്. അത്രത്തോളം പ്രതിഫലമാ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾക്ക് വിശപ്പ് വരുമ്പോ ആ മക്കൾക്ക് ഓരോ ഉരുള ചോറ് വായിലേക്ക് വെച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവരുടെ വിശപ്പടക്കുകയും ചെയ്യുന്ന മാതാവ്, ആ മാതാവിനോളം ഈ ലോകത്ത് ആരുമില്ല എന്ന് നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട, അത്രത്തോളം പ്രതിഫലമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം. അത് നമ്മുടെ വീട്ടിന്റെ ബറക്കത്തുണ്ടാകാനുള്ള കാരണമാണ്. അടുക്കള ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കണം. അടുക്കളയിൽ നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊന്നും ഇട്ട് വെക്കാനും പാടില്ല. അതായത് വേസ്റ്റ്, മറ്റുള്ള കാര്യങ്ങളൊന്നും ഇട്ട് തള്ളി വെക്കാൻ പാടില്ല. എപ്പോഴും നല്ല വൃത്തിയായിരിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഉള്ളി
ഉള്ളിത്തൊലി, അതായത് നമ്മൾ സവാളയൊക്കെ അരിയുമ്പോഴത്തേക്കിന് അതിന്റെ ഉള്ളിത്തൊലി വരുന്നുണ്ടല്ലോ, ആ ഉള്ളിത്തൊലി ഒരിക്കലും നിങ്ങൾ കരിക്കരുത്. കാരണം എന്തറിയോ, റായിഹത്തിന് കരീഹത്തിന് മോശമായ വാസനയാണ് ഉള്ളിക്കുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളി കഴിക്കാറില്ലായിരുന്നു. ഉള്ളി കഴിക്കാത്തതിന്റെ കാരണം സഹാബാക്കൾ ചോദിച്ചു, നബിയെ ഉള്ളി കഴിക്കാനേ പാടില്ലേ? അങ്ങ് കഴിക്കുന്നില്ലല്ലോ, ഭക്ഷണത്തിന്റെ കൂടെ ഉള്ളി കൊണ്ടുവച്ചാൽ ഉള്ളി കഴിക്കില്ല. ഉള്ളി കഴിക്കാതെ കണ്ടപ്പോ സഹാബാക്കൾക്ക് സംശയം തോന്നി, നബിയെ ഉള്ളി കഴിക്കാനേ പാടില്ലേ, അത് നിഷിദ്ധമാണോ ഹറാമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, കുഴപ്പമില്ല. ഞാൻ കഴിക്കാത്തത് എൻ്റെ അടുക്കൽ എപ്പോഴും മലക്കുകൾ സഹവസിക്കുകയും എൻ്റെ അടുക്കൽ മലക്കുകൾ വരികയും ചെയ്യുന്നത് കൊണ്ട് അവർക്കത് ഇഷ്ടമല്ല, അതിന്റെ വാസന ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനത് കഴിക്കാത്തത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഉള്ളിത്തൊലിയൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, ഇട്ട് കരിച്ചതിന്റെ വാസനയുണ്ട് എങ്കിൽ അവിടെ റഹ്മത്തിന്റെ മലായികത്തുകൾ കടന്നു വരാതിരിക്കും. അങ്ങനെ നമ്മുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രങ്ങളെ കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ തുടയ്ക്കുക. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മുടെ നൈറ്റി അത് ഇട്ടിട്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ പരിപാലിച്ച നമ്മൾ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുകയും എല്ലാം അങ്ങോട്ട് തുടയ്ക്കുകയും ചെയ്ത നൈറ്റ് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പാത്രം നമ്മൾ തുടയ്ക്കാൻ പാടില്ല. അത് ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ചിലന്തി വല, മാറാല എന്ന് നമ്മൾ പറയാറുണ്ട്, ഈ ചിലന്തി വല കെട്ടി നിൽക്കുന്നത് നമ്മൾ അവഗണിച്ച് വിടരുത്. അത് കാണുമ്പോൾ നമ്മളത് വൃത്തിയാക്കണം. അതിനെ അവഗണിച്ച് വിട്ടു കഴിഞ്ഞാൽ അത് ബറക്കത്ത് നഷ്ടപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ബിസ്മി ചൊല്ലാൻ നമ്മൾ മറന്നു പോകരുത്. അത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ, ഭക്ഷണം കൊടുക്കുമ്പോൾ, എല്ലാ സമയങ്ങളിലും എന്റെ ഉമ്മമാര് സഹോദരിമാര് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നാവിൽ കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വരേണ്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാക്കുന്നതാണ്. ആ ബിസ്മി ചൊല്ലാതെ പാചകം ചെയ്യുന്നത് അത് ബറക്കത്ത് നഷ്ടപ്പെടുത്തും, നമ്മുടെ സൗഭാഗ്യങ്ങൾ ഇല്ലാതാക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഏഴാമത്തെ കാര്യവും അത് തന്നെ, ബിസ്മി ചൊല്ലി വേണം ഭക്ഷണം നമ്മുടെ ആർക്കാണോ നമ്മൾ കൊടുക്കുന്നത്, ഭർത്താവിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും നമ്മുടെ ഉമ്മമാർക്ക് ഒക്കെ ആണെങ്കിലും മാതാപിതാക്കൾക്കാണെങ്കിലും ഒക്കെ നമ്മൾ ഭക്ഷണം വിളമ്പുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന എട്ടാമത്തെ കാര്യം, എലി പോലുള്ള, എലിയുണ്ടല്ലോ നമ്മുടെ വീടുകളിൽ സാധാരണ നിലയിൽ നമ്മൾ കാണാറുള്ളതാണ്. പണ്ട് വീടുകളിൽ പൂച്ചയെ വളർത്തുന്നത് തന്നെ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പിന്നെ അങ്ങനെയുള്ള വീടുകളൊന്നുമല്ല. പണ്ട് ഈ ഓല കൊണ്ട് മേഞ്ഞ വീടുകളായതുകൊണ്ട് എലിയുടെ ശല്യമൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നും എലികളൊക്കെ തക്കം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ കൂടിയൊക്കെ പാഞ്ഞു പോകുന്നതൊക്കെ കാണാൻ സാധിക്കും. അപ്പൊ എലികൾ കൂടുതലുള്ള വീടുകൾ അത് ബറക്കത്തില്ലാത്ത വീടാണ്. കാരണം അത് ബറക്കത്ത് നഷ്ടപ്പെടാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് എലികളെ നമ്മൾ സൂക്ഷിക്കണം, അതിനെ നശിപ്പിക്കണം. അത് കാരണമായിട്ട് ഒരുപാട് രോഗങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം റസൂലുള്ളാഹി തങ്ങൾ എലിയെ വിളിച്ചത് ഫുജൈർ എന്നാണ്, കൊച്ചു തമ്മാടി എന്നാണ് വിളിച്ചത്. അങ്ങനെയുള്ള സ്വഭാവമുള്ളൊരു സാധനമാണ് എലി എന്ന് പറയുന്നത്. അതിന്റെ മൂത്രവും നമ്മുടെ വെള്ളം കുടിക്കുന്ന വെള്ളത്തിലൊക്കെ വീണാല്, അതുകൊണ്ടാണ് ഈ വെള്ളമൊന്നും തുറന്നു വെക്കരുത്, ഭക്ഷണങ്ങളൊക്കെ ഒന്നും തുറന്നു വെക്കരുതെന്ന് പറയുന്നത്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്ത സമയങ്ങളിൽ ഈ സാധനങ്ങളൊക്കെ അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ അതിൽ കടിക്കും, ചിലപ്പോൾ അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. അത് കാരണമായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എലികളെ നമ്മൾ സൂക്ഷിക്കണം. അതേപോലെ ഒമ്പതാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കൊഴിഞ്ഞു വീഴുന്ന മുടിയുണ്ടല്ലോ, കൊഴിഞ്ഞു വീഴുന്ന മുടി, ആ കൊഴിഞ്ഞു വീഴുന്ന മുടി നഖം പോലുള്ളത് വീട്ടിൽ ഉപേക്ഷിക്കാതിരിക്കുക. ഒരിക്കലും ഉപേക്ഷിക്കരുത്. പെണ്ണുങ്ങളുടെ മുടി എന്ന് പറയുന്നത് ഔറത്താണ്. ചില ആൾക്കാർ അശുദ്ധിയൊക്കെ ഉണ്ടാകുന്ന സമയം, ഹൈദിന്റെ സമയത്തൊക്കെ മുടി കൊഴിയുമ്പോൾ അതൊക്കെ ചുരുട്ടി വെക്കാറുണ്ട്.
അത് ചുരുട്ടി നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെക്കും, നമ്മൾ മറന്നുപോകും. അതൊക്കെ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നഷ്ടപ്പെടുത്തുന്ന കാരണങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൊട്ടൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുടി കൊഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മുടി കൊഴിഞ്ഞു കഴിഞ്ഞാൽ അശുദ്ധിയുടെ സമയത്താണെങ്കിൽ അത് നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അതിനെ വെള്ളത്തിൽ നിയത്ത് പറഞ്ഞിട്ട് വലിയ ശുദ്ധിയിൽ നിന്ന് വേർത്തുന്നുള്ള നിയത്ത് പറഞ്ഞിട്ട് ആ മുടി കഴുകിയിട്ട് അതിനെ മറവ് ചെയ്യണം, അതായത് കുഴിച്ചിടണം. അതാണ് നിയമം. ഒരിക്കലും നമ്മൾ ജനലിൽ കൂടെ അപ്പുറത്തോട്ട് എടുത്ത് കളയാൻ പാടില്ല. വീടിന്റെ പരിസരം മുഴുവനും നമ്മുടെ മുടിയും നഖവും കൊണ്ട് നിറയരുത്. മുടി അങ്ങനെ പാറി പാറി നടക്കാണ്. അപ്പൊ ഔറത്തായ ഒരു സാധനം, ഒരു പെണ്ണിന്റെ മുടി എന്ന് പറഞ്ഞാൽ അത് ഔറത്താണ്. ആ ഔറത്ത് നമ്മുടെ വീടിന്റെ ഭാഗങ്ങളിൽ കൂടി പറന്നു നടക്കുകയാണ്. അപ്പോ എന്താ അവിടെ സംഭവിക്കുക? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകള് ആ വഴിയിൽ കൂടി കടന്നു വരില്ല. അത് കാരണമായിട്ട് നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെടാൻ കാരണമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വക കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി 10ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീടുകളൊക്കെ നമ്മൾ തൂക്കാറുണ്ട് അല്ലേ? നമ്മുടെ വീടുകളൊക്കെ നമ്മൾ ചൂലുകൊണ്ട് തൂക്കാറുണ്ട്. അപ്പൊ തൂക്കുന്ന സമയം കുറെ വേസ്റ്റുകളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ രാത്രി കാലങ്ങളിൽ നമ്മൾ വീട്ടിലൊക്കെ തൂത്ത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുക? നേരെ അടുക്കളയിലോട്ട് കൊണ്ടുപോയി ഏതെങ്കിലും ഒരു മൂലയിലോട്ട് തൂത്ത് കൂട്ടി വെക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സന്ധ്യയ്ക്ക് മുന്നേ നിങ്ങളുടെ വീടുകളൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇടേണ്ടതുണ്ട്. നേരത്തെ തന്നെ തൂത്ത് വൃത്തിയാക്കി ഇടേണ്ടതുണ്ട്. ആ വേസ്റ്റ് അവിടെ കൂട്ടി വെക്കരുത്. ആ വേസ്റ്റ് നിങ്ങൾ എടുത്ത് കളയണം, അല്ലെങ്കിൽ വേസ്റ്റ് ബോക്സിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം. അങ്ങനെ ചെയ്യാതെ വീടിന്റെ ഏതെങ്കിലും മൂലയിൽ കൂട്ടി വെക്കരുത്. അത് ബറക്കത്ത് നഷ്ടപ്പെടുന്ന കാരണങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 10 കാര്യങ്ങള് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിഅമത്തുകള്, അനുഗ്രഹങ്ങള്, സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനുള്ള കാരണമാണ്. എത്ര മോഡലിലെ വീടാണെങ്കിലും ശരി, ഈ വക കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ലക്ഷങ്ങളൊക്കെ വെള്ളത്തിലാകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും സമാധാനവും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.